പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ക്ഷേമമായിട്ടിരിക്കുന്നല്ലോ. നിങ്ങൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞങ്ങൾ നേരുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചനം നമുക്ക് 148 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യത്തിൽ നിന്ന് എടുക്കാം. 148:7 സാംസ് 148:7. തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവേ, ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ. തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവേ, ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിക്കുവീൻ. അതെ, അവരുടെ എല്ലാം സ്തുതി, ആരാധന കവിയായ ദാവീദ് ഭാവനയിൽ കാണുകയാണ്. കടലിൽ എത്ര കോടി മത്സ്യമുണ്ടെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കണം. എത്ര ടൈപ്പ് ഉണ്ടെന്നറിയാമെങ്കിൽ പങ്കുവയ്ക്കണം. ചിലപ്പോൾ ഞാൻ ചിന്തിച്ച് അതിശയിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിങ്ങനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്രകൾ ചെയ്യാറുണ്ട്. ഇപ്പം കുറവാണ്. എല്ലാ ജംഗ്ഷനിലും അല്ല, ഒരു 2 കിലോമീറ്ററിനുള്ളിൽ എത്ര മത്സ്യ മാർക്കറ്റാണ്. ഇപ്പം ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ ഫ്രഷ് ഫിഷ്, മുനമ്പം ഫിഷ് എന്നൊക്കെ പുതിയ പുതിയ പേരുകളിട്ടങ്ങ് വെച്ചിരിക്കുവാണ്. ഓരോ കടയിലും ഒരു 500 കിലോയെങ്കിലും കാണും. അതിനകത്തെ വലിയ മീനുകളൊക്കെ ഒരെണ്ണം 20 കിലോയൊക്കെ ഉള്ളത്. കഴിക്കാൻ അത്ര രുചിയില്ലാത്തൊരു സാധനമാണ് ഓലക്കൊടി എന്ന് പറയുന്ന, ഓലക്കൊടിയൻ എന്നൊക്കെ പറയുന്നത്. അതൊരു വലിയ മരം, തടി പോലെ വാളുകൊണ്ടാണ് മുറിക്കും. എന്താ അതിനെയൊക്കെ പിടിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പം ഈ നെയ്മീനും വറ്റയൊക്കെ തീർന്നായിരിക്കും. തന്നെയുമല്ല, വിലക്കുറവിലും മീൻ വേണമല്ലോ. പോട്ടെ, നാം പറഞ്ഞു വരുന്ന വിഷയം, ഇത്രയും വലിയൊരു സമ്പത്ത് ഭൂമി വേറെ ഏതാ ഉള്ളേ? സ്വർണവും മുത്തും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരിയല്ലേ ഉള്ളൂ. അതും നമുക്കില്ലല്ലോ, പല രാജ്യങ്ങൾക്കൊക്കെ അല്ലേ ഉള്ളത്. ഞാൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത്, നല്ല മീൻ നമുക്കുള്ള അത്ര അവർക്കില്ല. എന്നെ അത്ഭുതപ്പെടുത്തി. അതെന്താ? അവിടുത്തെ കടലിൽ ഐസാണ്, ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് രുചിയുള്ള മീനൊന്നും അവിടെ കിടക്കാൻ പറ്റുകയില്ല. അപ്പം നമ്മൾ ആ വിഷയത്തിലും ഭാഗ്യവാന്മാരാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഇതൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെന്നാണ് കവി പറയുന്നത്. അതിൽ തിമിംഗലത്തിൻ്റെ പേര് എടുത്തു പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. തിമിംഗലത്തിൻ്റെ പേര് എടുത്തു പറഞ്ഞതിൻ്റെ കാരണം എന്നാന്ന് ഞാനിങ്ങനെ ധ്യാനിച്ചു. പറയാം. ഒരു ദൈവദാസനുണ്ടായിരുന്നു, പേര് യോന എന്നാണ്. ആ യോന തന്നെ ഞാൻ ജോണായിട്ട് പിന്നീട് മാറിയത്. പുള്ളി നല്ലൊരു പ്രവാചകനായിരുന്നു. ഷാർപ്പ് അവളുടെ പ്രവചനം. അപ്പോൾ പുള്ളി അവിടെ ദൈവം പറയാ, നീ നിനവയിൽ പോയിട്ട് പറയണം, ഈ നിനവ 3 ദിവസം കൊണ്ട് കത്തി നശിക്കാൻ പോവാ. പുള്ളി പറഞ്ഞു, ഞാൻ പോകത്തില്ല. ദൈവം പറഞ്ഞു പോകണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോവും. ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് പറയും. ഉടനെ അവരെല്ലാവരോടും കൂടി കരയും. ഉടനെ നീ മനസ്സലിയും, നീ ക്ഷമിക്കും. ഉടനെ ഞാൻ നാണം കെട്ടു പോകും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ നാണക്കേട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. ശുശ്രൂഷകരുടെ പ്രശ്നം കണ്ടോ. അപ്പോൾ ഈ ആളുകൾ മരിക്കണോ? ഞാൻ പ്രവചിച്ചാൽ പിന്നെ അവർ മരിക്കണം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് പോകണില്ല, അവിടെ നീ വേറൊരാളെ വിട്ടു എന്ന് പറഞ്ഞ് വേറെ റൂട്ടിലുള്ള ഒരു വണ്ടിയെ കയറി പോവുക. കപ്പലല്ല, ഇന്ന് വേറെ വാഹനമില്ലല്ലോ. ദൈവം ഉടനെ ഒരു തിമിംഗലത്തെ ഫോൺ വിളിച്ചു. എൻ്റെ ഭാഷ ക്ഷമിക്കണേ, അലങ്കാരത്തിന് പറഞ്ഞതാ. ദൈവത്തിന് ഫോണൊന്നും വേണ്ട. തിമിംഗലത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. മിസ്റ്റർ തിമിംഗലം, അതിന് വേറെ പേരുണ്ട് കേട്ടോ, രാമൻ എന്ന പോലെ ഇരിക്കട്ടെ. നീ ഇന്ന കപ്പലിൻ്റെ പുറകെ പോകണം. കുറച്ച് സമയം കഴിയുമ്പോൾ പാസ്റ്റർ ജോണിനെ താഴോട്ടിടും. അവനെ ഉപ്പുവെള്ളം കുടിപ്പിക്കരുത്, പിടിച്ചോണം. അവനെ ഒരു കേടും വരുത്തരുത്.
അവൻ നിൻ്റെ അകത്ത് വന്നിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഇന്ന് നിനക്ക് ചില ബുദ്ധിമുട്ട് വരും, സാരമില്ല. ഞാൻ പറയുന്നിടത്ത് കൊണ്ടുവന്ന് അവനെ ശബ്ദിക്കണം. വാക്യം കേട്ടോ. തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവേ ഹോവയെ സ്തുതി. എങ്ങനെയാണ് തിമിംഗലം ദൈവത്തെ സ്തുതിക്കുന്നത്? രാവിലെയും വൈകുന്നേരത്തും തിമിംഗലം കരയ്ക്ക് കയറി മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയല്ല. ദൈവം എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് അത് കൃത്യമായി അനുസരിക്കുന്നതിലൂടെ ദൈവത്തെ സ്തുതിക്കും. അതുകൊണ്ട് തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടന്നൊരുത്തൻ ദൈവത്തെ സ്തുതിക്കാൻ ദൈവം അവസരമൊരുക്കി. കുഞ്ഞേ, കൂടപ്പുറപ്പേ, ഡിയർ ബ്രദർ, സിസ്റ്റർ, തിമിംഗലം ഒരു വില കൂടിയ മീനൊന്നുമല്ല, അതിനെയൊന്നും കഴിക്കാൻ ഉപയോഗിക്കുന്നതല്ല. പക്ഷെ അവനും ഹാപ്പിയാണ്. ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കുന്നു, അങ്ങനെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ചിന്തിക്കൂ. God bless you.